ഹലോ തിരിച്ചൊറ്റപ്പാലത്തേക്കുള്ള യാത്രയിൽ എനിക്കിന്ന് ട്രെയിനിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതായി ഒരു ചേച്ചി എൻ്റെ പൊന്നോ, ഞങ്ങൾ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. ചേച്ചി തൃശ്ശൂരാണ്, വടക്കാഞ്ചേരിക്കാരി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇറങ്ങിയതാണ്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത് ഏട്ടനെ കാണിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാർ പോണത്. ഒരുപാട് ഹാപ്പി ആയിട്ടോ. ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ആ ഒരു സ്ട്രേഞ്ചറാണെന്ന് പോലും നമുക്ക് അവിടെ വെച്ച് തോന്നിയില്ല കേട്ടോ. നല്ല സ്നേഹമുള്ളൊരു ചേച്ചിയായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയാണ്. സൗത്തിൽ നിന്നാണ് നമുക്ക് ട്രെയിൻ. അപ്പോൾ 2:45 ട്രെയിൻ. നമ്മൾ അവിടെ നിന്ന് നേരത്തെ ഒന്ന് ഇറങ്ങിയായിരുന്നു. എന്നാലും ബ്ലോക്കൊക്കെ കിട്ടിയിട്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് സ്റ്റേഷനിലെത്തിയത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു അവർ ചാനൽ വെച്ചസ് വ്ലോഗ്സ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തി. ഇതാണ് നമ്മുടെ ഒറ്റപ്പാലത്തേക്കുള്ള, അതായത് എറണാകുളം പാലക്കാട് മെമു ആണ് കേട്ടോ അതാ കിടക്കുന്നത്. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. 30 രൂപയുള്ളൂ നമുക്ക് ഒറ്റപ്പാലത്തേക്ക്. എനിക്ക് തോന്നുന്നു വടക്കാഞ്ചേരിക്ക് 25 റുപ്പീസ് ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ പാലക്കാട് സുഖമായിട്ട് പോകാൻ പറ്റും. പിന്നെ എന്താ പറയുക, എറണാകുളത്ത് നിന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് സീറ്റിൽ ഇരുന്ന് പോകാം. പക്ഷെ അവിടെ കുറച്ച് അങ്ങോട്ട് മൂവായി കഴിയുമ്പോഴേക്കും തിരക്കായി വരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഓഫ് ഡേയ്സിലാണ് പോയതെന്നുണ്ടെങ്കിലും, ഓഫ് ഡേയ്സ് അല്ല, അന്ന് അവധി ദിനമായിരുന്നെങ്കിൽ കൂടിയും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വിൻഡോ സീറ്റൊന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ എടുത്തത് കാരണം, പിന്നെ അതുമല്ല നമുക്ക് മെമ്മൂലെ ആ ഒരു വിൻഡോ ഇങ്ങനെ വരുന്നതുകൊണ്ട് കൂടുതൽ ഇങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ അടുത്തിരുന്ന ചേച്ചിമാരൊക്കെ ആയിട്ട് ഞാൻ കമ്പനി ആവുന്നത്. പിന്നീട് ഞാൻ വീഡിയോ എടുക്കാനേ മറന്നുപോയി. കാരണം എന്ന് വെച്ചാൽ അവരോട് ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കത് സാധാരണയായിട്ട് ഞാൻ അങ്ങനെ ആരോട് സംസാരിക്കാറില്ല, ബിക്കോസ് ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്കൊരു ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടോ. അപ്പോൾ അവരൊക്കെ വടക്കാഞ്ചേരിക്കാരാണ്. അവർ വടക്കാഞ്ചേരി എത്തുമ്പോൾ ഇറങ്ങുന്നു. പിന്നെ അവരുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളാണെങ്കിലും വീട്ടിൽ അവരുടെ ആൾക്കാരുടെ ഫോട്ടോസ് കാണിച്ചു തന്നു. അങ്ങനെയൊക്കെ ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ പെട്ടെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ പിടിച്ചിട്ടു കേട്ടോ ചില സമയത്ത്. അപ്പോൾ ആ അമ്മ നീലക്കടലയൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ എനിക്ക് തന്നായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ. എനിക്ക് അത് കപ്പലണ്ടി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് കഴിച്ചില്ല. പിന്നെ നമ്മളിങ്ങനെ, അതായത് നമ്മളൊരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് കേട്ടോ സംസാരിച്ച് പോയത്. നമുക്കിങ്ങനെ ഒരു അപരിചിതരാണെന്ന് ഒട്ടും ഫീൽ അവരുടെ അടുത്ത് നിന്ന് ഉണ്ടായില്ല. അപ്പോഴേക്കും ഞാൻ ആ വീഡിയോ ഒന്നും എടുക്കാണ്ട് പിന്നെ അവരോട് ഇങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ ബോറടിച്ചിരിക്കുന്ന ഒരു യാത്രയിൽ അതെന്താണെന്ന് കൂടി അറിഞ്ഞില്ല കേട്ടോ. പിന്നെ കുറേ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. തൃശ്ശൂരൊക്കെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്നല്ല, എറണാകുളത്ത് നിന്ന് എടുത്ത് നോർത്ത് സ്റ്റോപ്പ് മുതലേ നല്ല തിരക്കായിരുന്നു ട്രെയിനിന്. അപ്പോൾ സൗത്തിൽ നിന്ന് കയറിയാലായിരിക്കും കേട്ടോ കൂടുതൽ സീറ്റൊക്കെ കിട്ടുന്നത്. അയ്യോ, അപ്പോൾ അത് വടക്കാഞ്ചേരി എത്തിയപ്പോൾ അവരിറങ്ങുന്നത് സ്റ്റോപ്പായിട്ടോ. എനിക്ക് ആ കൂടെ എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ എന്തോ മിസ് ചെയ്യുന്ന പോലെ തോന്നിയിട്ട് ഞാനാണെങ്കിൽ അവരോട് കോണ്ടാക്റ്റ് വാങ്ങിയില്ല. എന്തോ ആ ഒരു സമയത്ത് ഞാനൊരു ആബ്സെൻറ്റ് മൈൻഡഡ് ആയിരുന്നു. അപ്പോൾ അവരിറങ്ങുന്ന സ്റ്റോപ്പാണ് കേട്ടോ വടക്കാഞ്ചേരി. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ നിൽക്കുമെങ്കിലും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ. അപ്പോൾ ഇവരുടെ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് ഒറ്റപ്പാലം ഇതുകൊണ്ട് എനിക്ക് പിന്നെയും ട്രാവൽ ചെയ്യണമായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഫോട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാണിച്ചു കൊടുക്കണം, ചേച്ചീനെ പറ്റി പറയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒക്കെ പറയാം, സെറ്റാന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടതായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അതെല്ലാം അങ്ങനെ ഞാൻ പോയപ്പോൾ ഇങ്ങനെ, അയ്യോ ആ ചേച്ചിയുടെ നമ്പർ വാങ്ങിയില്ലല്ലോ, ചേച്ചി എന്നോട് ഞാനെന്ത് വിചാരിക്കുന്നു ഓർത്തിട്ടാണ് ചോദിക്കാൻ എന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉത്രാളിക്കാവ് എത്തിയിട്ടോ. അടിപൊളിയായിരുന്നു. കൊയ്ത്ത് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു കേട്ടോ പാടം. പിന്നെ എനിക്കത് ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ ബ്ലറായ പോലെ തോന്നി. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം എപ്പോൾ ഞാൻ ഉത്രാളിക്കാവിൻ്റെ വീഡിയോ എടുക്കണമെന്ന് കരുതിയെങ്കിലും അപ്പുറം സൈഡായിരിക്കും കേട്ടോ എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടാവുക. ഈ പ്രാവശ്യം കറക്റ്റ് നമ്മൾ ഉത്രാളിക്കാവ് എടുക്കാൻ പറ്റി. ഉത്രാളിക്കാവ് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നല്ലതായിട്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ സ്റ്റേഷൻ എത്താറായല്ലോ, അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കണ്ടോ, ഈ സമയത്ത് ഈ ഒരു ട്രെയിനിൽ കയറാൻ വേണ്ടി അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഭാരതപ്പുഴ എത്തിട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ നേരത്തെയൊക്കെ വന്നിട്ട് ആ ഒരു താഴെ ഇരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെയും എന്താ പറയുക, എനിക്ക് ആ ഫോക്കസ് ചെയ്തെടുക്കുമ്പോൾ എന്തോ പ്രശ്നം കേട്ടോ, കിട്ടാത്ത പോലെ തോന്നുന്നു എനിക്ക്. പിന്നെ ഞാൻ ഒറ്റപ്പാലത്താൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരുന്നിട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ ഒറ്റപ്പാലം എൻ്റെ സ്റ്റേഷൻ എത്തി. നമ്മുടെ മെമു അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഒറ്റപ്പാലം എനിക്ക് ആ സിനിമ കണ്ടപ്പോഴും അറിവുണ്ട്. തൂവാനത്തുമ്പികളിൽ അവർ ലാലേട്ടനൊക്കെ സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കാണിക്കില്ല ഒറ്റപ്പാലം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സ്റ്റേഷൻ. എന്നാൽ എനിക്ക് ആ ഫിലിം ഫേവറേറ്റ് ആണ്. പിന്നെ നമ്മൾ പോകുന്ന വഴി വടയും ചായയും കുടിച്ചു വീട്ടിലേക്ക് പോയി. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ.